കിട്ടി കിട്ടി. എന്ത്? ചാവേർ വാവച്ചൻ. 11, 12, 13, 14. ഇത് വാവച്ചൻ, വെറും വാവച്ചനല്ല, ചാവേർ വാവച്ചൻ. ഇതിഹാസ കഥാപാത്രമായ ചാവേർ അന്തോണിയുടെ അരുമ സഹോദരൻ. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ഗുണ്ടയായിരുന്നു അന്തോണിച്ചൻ. ചാവേർ അന്തോണി എന്ന പേര് കേട്ട കിടുങ്ങാത്തവരാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം എന്നോട് ഇടങ്കാലിരിക്കാൻ നടക്കണം. ഈ സംഭവത്തിന് ശേഷം ചാവേർ അന്തോണിയുടെ ഓമനപ്പേര് അനിയനായ വാവച്ചന് കിട്ടി, ചാവേർ വാവച്ചൻ. ആ പടക്കം പൊട്ടിച്ചവനെ ഇന്നും തിരയുകയാണ് ചാവേർ വാവച്ചൻ. എന്താ വാവച്ച, ഇത് ലാലു, എൻ്റെ കൂട്ടുകാരനാ. അതിന് നീ ആരാ? ഞാൻ നെൽസൺ കുരുടി. ആ, വന്ന കാര്യം പറ. ഇവൻ്റെ കാര്യം വലിയ കഷ്ടത്തിലാ. പിന്നെ എൻ്റെയും. ഇവിടെ വല്ല ജോലിയും കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നതാ. പണി തരാൻ ഇതെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ച? അല്ല, വാവച്ചന് മണൽ കിടത്തുന്ന ബിസിനസ്സൊക്കെ ഉള്ളതല്ലേ. ഞങ്ങൾ ക്ലീനായിട്ട് മണൽ കിടത്താം. വാവച്ചനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞ പണിയൊക്കെ നിർത്തിയിട്ട് കാലം ഒരുപാടായി. ഇപ്പോൾ വണ്ടി എടുത്തിട്ട് CC അടയ്ക്കാത്തവരെ പിടിക്കല പുതിയ പണി. അതിന് നിങ്ങളെപ്പോലുള്ള ചെറിയ ചെക്കന്മാർ പോരാ. ചെക്കന്മാരോ? ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് ആ SI ഒന്ന് കണ്ടാൽ മതി. അപ്പം മനസ്സിലാവും വാവച്ചന് ഞങ്ങളെ. മൂക്കിൽ കൂടെ ശ്വാസം പോലും കിട്ടായ 2ാമത്തെ വാർഡിൽ കിടപ്പുണ്ട്. ഒരു 8 പേര് വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല വാവച്ച. ഏയ്, അതൊന്നും ശരിയാവൂലെന്നേ. നിങ്ങൾ പോയി വേറെ വല്ല പണി നോക്ക്. വാവച്ചന് വേണ്ടിയിട്ട് ഒരു വണ്ടിയും പിടിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറെ കാലം വാവച്ചനെ പറ്റി നടക്കുന്നൊരു ബ്ലാക്ക് RX-100 ഇല്ലേ, KL11D850. അതെ അതെ, KL11D85. അതും പിടിച്ചാണ് ഞങ്ങൾ വന്നത്. വണ്ടി പുറത്ത് കിടപ്പുണ്ട്. ഇതാ താക്കോല്. എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ വാവച്ച ഞങ്ങളത് പിടിച്ചോണ്ട് വന്നേ. അത് ഏതാ വണ്ടി? ഇക്രുവിനെ ഒറ്റിക്കൊടുത്തത് കുരുടിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് ഇക്രു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയത്. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും കൂടെ അനുഗ്രഹിക്കണമേ. ആമേൻ. പൂഴിവാരിയും തമ്മിലടിച്ചും നടന്ന ഞങ്ങൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. സൈക്കിൾ പൂട്ട് മുതൽ സെൻട്രൽ ലോക്ക് വരെ തുറക്കാൻ വാവച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചു. എന്താണ് തുറക്കുന്നില്ല? ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അയ്യോ ലാലു, വെള്ളമില്ല. പിന്നെ കുരുടി ഒന്നും ആലോചിച്ചില്ല. ചാവേർ വാവച്ചനെ മനസ്സിൽ ധ്യാനിച്ച് പൂട്ടിനങ്ങ് ആഞ്ഞടിച്ചു. ഈശ്വരാധീനമെന്ന് പറയാലോ. എൻ്റെ കയ്യിൽ കിട്ടിയ ആ 2 വയറ് തന്നെയായിരുന്നു ഉരക്കേണ്ടിയിരുന്നത്. അങ്ങനെ വിജയകരമായി ഞങ്ങൾ ആദ്യത്തെ ദൗത്യം പൂർത്തിയാക്കി. ഓ, എൻ്റെ മക്കളെ. ഓ, ഈശ്വരാ. അമ്മേ, അമ്മേ. വരുന്നു ഹരി. നീ വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ, എനിക്കെന്തെങ്കിലും താ. കൈ കഴുകിയിട്ട് വന്നിരിക്കും. അമ്മയുടെ മുഖം കണ്ടിട്ട് ഇന്നും അച്ഛൻ്റെ ആണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്താ അമ്മേ? ഉമ്മറിൻ്റെ ഉമ്മയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു.
അവൻ പഠിച്ച് പാസ്സായി ഗൾഫിലേക്ക് പോയി. എന്ന് പോയി? എന്ന് പോയാലും ശരി, അവനൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടെന്ന് ഉമ്മയ്ക്ക് കത്തെഴുതിയിട്ടുണ്ട്. നിനക്കും അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല ജോലിക്ക് ശ്രമിച്ചൂടെ ഹരി? നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട സൈമ. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഉമ്മറ് കാരണം. നമുക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് അമ്മയോട് പറഞ്ഞാലോ? അല്ലാതെ പിന്നെ എനിക്കൊക്കെ എന്ത് ജോലി കിട്ടാനാ? ബാബു സുനിലേ, പണിയാണെങ്കോ? ഒരു മാവ. ബട്ടറ്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ജോലി എന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ജോലി ആ ഫൈനാൻസ് കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ കരാറായി. കണ്ടോ അമ്മേ, അമ്മയുടെ മകന് ശാസ്ത്ര ഫിനാൻസിൽ മാനേജറായി ജോലി കിട്ടി. എങ്ങോട്ടാണ്? എടാ വന്ന് വണ്ടി കയറ്, ഒരു ചെറിയ പണിയുണ്ട്. പതിവിന് വിപരീതമായി വാവച്ചൻ വളരെ സീരിയസ് ആയിരുന്നു. അയാളുടെ കണ്ണിലെ തീ എനിക്ക് കാണാമായിരുന്നു. 25 വർഷം, നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം ചാവേർ അന്തോണിയുടെ മരണത്തിന് കാരണക്കാരനായ ആ പടക്കം പൊട്ടിച്ച പയ്യനെ വാവച്ചൻ കണ്ടെത്തിയിരിക്കുന്നു. ഇല്ല. അതെ പെണ്ണുമുള്ളേ, ഈ ഫൽഗുവിന്റെ റൂം ഏതാ? ഏത് ഫൽഗു? ഈ ഇടത്തെ കവളത്ത് കറുത്ത മാർക്കുള്ള ഫൽഗു. അത് സർ, റൂം നമ്പർ 303. ഓ 303. ഏയ്, വിസിറ്റേഴ്സ് അലൗഡ് അല്ല. ഏയ് ഹലോ. ഇപ്പൊ വാവച്ചന്റെ മനസ്സിൽ മറ്റാരുമില്ല. ഇടത്തെ കവളിൽ മറുകുള്ള ആ പടക്കക്കാരൻ പയ്യൻ മാത്രം, ഫൽഗു. ഞങ്ങളെ വിട്ടേച്ച് പോയി. ഫൽഗു പോ പോ. വഴി തെറ്റിയ. സിസ്റ്ററെ, ഈ റൂം നമ്പർ 303 ഏതാ? ഇതാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞിറക്കടോ. ഫൽഗു മറകു. ഓക്കെ, ഓക്സിജനൊക്കെ വലിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണല്ലേ? ഇതെന്തേ കാണിക്കുന്നേ? ഓ എന്തോ? ഇങ്ങാട് പോടി, ഇങ്ങാട്ട് പോടി പോ. ഇതിനെ പിടിച്ച് മാറ്റടാ, നിർത്തി. 12 വർഷത്തെ കളരി കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അവളുടെ അടി. 25 വർഷം നീണ്ടുനിന്ന തീയണിഞ്ഞതിന്റെ സംതൃപ്തി ചാവേർ വാവച്ചന്റെ മുഖത്ത് പ്രകടമായിരുന്നു. വാവച്ചന്റെ ചിരി കണ്ടപ്പോ ഒരു പടക്ക കമ്പനി മൊത്തം കത്തിച്ചു വന്ന പോലെ തോന്നി.
പക്ഷേ പണി പാളി. ഞങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ടായിരുന്നു എടാ ഫൽഗു, വാവച്ചന്റെ ആ പ്രകടനം. ഉള്ളംതോടെ ഞാൻ പൊട്ടി. അവന്റെ ഒരു ഓക്സിജനും എന്റെ ചേട്ടനെ നീ മിണ്ടരുത്, കൊന്നുകളയും ഞാൻ. നീ ഊതിക്കെടുത്തില്ലേ വാവച്ചനോട് കളി. ഉറക്കം പൊട്ടിച്ചാ. ചത്തവൻ എന്തിനാ ആപ്പിള്? ചത്തോ? ആ പടാ. എടാ വികടാ, നീ അധികം ചിരിക്കണ്ട. നീ ഉണ്ടാകുന്നെങ്കിലും വാവച്ചൻ അബദ്ധം പറ്റിയേനെ. എന്നാലും ഭാവത്തിന് ആപ്പിളും കടിച്ചോണ്ട് വന്ന സീനെ. അത് കിടുവായിട്ടോ. എന്നാലും ലാലുണ്ടായിട്ട് ഇതെങ്ങനെ പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതിന് ലാല് വടിയിട്ട് കിടക്കുമായിരുന്നല്ലോ. ഓ, പറഞ്ഞതുപോലെ നിങ്ങളതറിഞ്ഞില്ലല്ലോ അല്ലേ? പിടിക്കടാ അവനെ. ലാലും ഉണ്ടല്ലോ. അത് ഞാനിട്ട് ഇടി. എല്ലാ ദിവസത്തെയും പോലെ ഒരു സാധാരണ ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്കത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ വാർത്ത വന്നത്. വാവച്ചനെ കൊന്നടാ. La